നമസ്കാരം, എല്ലാവർക്കും ബയോ ഇൻസൈറ്റിലേക്ക് സ്വാഗതം. DNA replicationന്റെ കണ്ടിന്യൂഷൻ ആണ് നമ്മൾ ഇത് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ DNA replicationന്റെ എൻസൈംസ് ഏതൊക്കെയാണെന്ന് കണ്ടു. DNA polymerase 1 വരെയാണ് നമ്മൾ എത്തിയത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് DNA polymerase 2 ആണ്. DNA polymerase 2 basically encoded by Pol B gene. Pol 2 have 3 to 5' exonuclease activity and participate in DNA repair. Especially, rather than replication, it is involved in DNA repair mechanism. ഇപ്പം SOS റിപ്പയറിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ DNA കേസിൽ എന്തെങ്കിലും ഇപ്പോൾ ടൈമിൻ ഡൈമറോ എന്തെങ്കിലും ഒരു ഡിസ്റ്റോർഷനോ ഉണ്ടാകുന്ന സമയത്ത് DNA സിന്തസിസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ DNA polymerase will stall in this region. Okay, DNA polymerase 3 can't overcome these lesions. Okay, during that time polymerase 4 and polymerase 5 will come and they will just add nucleotides here. Okay, then after bypassing this lesion it will restart the synthesis. Okay, sometimes ഈ ഒരു DNA polymerase 3 ക്ക് വീണ്ടും ഇവിടെ realign ചെയ്യാൻ പറ്റില്ല ചില കേസസിൽ. അങ്ങനെയുള്ള കേസിൽ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ DNA polymerase 2 will come here, Pol 2 will come and start adding nucleotides over here. Okay, അങ്ങനെ ന്യൂക്ലിയോടൈഡ്സ് ആഡ് ചെയ്ത് ഒരു 10 to 15 ന്യൂക്ലിയോടൈഡ്സ് ആഡ് ചെയ്തതിന് ശേഷം DNA polymerase 3 will come and resume the synthesis. Okay, so ഇങ്ങനെയാണ് DNA polymerase 2ന്റെ പോയിന്റ് എന്ന് പറയുന്നത്. അതായത് rather than replication it is involved in SOS repair mechanism. Okay, it is especially used to overcome the stalled synthesis. Okay, terminal mismatch കാരണം stall ചെയ്തിട്ടുള്ള replication forkനെ elongate ചെയ്യാനാണ് DNA polymerase normally help ചെയ്യുന്നത്. Okay, then ഇനി നമുക്ക് DNA polymerase 3, that is the main replication enzyme, അതിന്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. Okay, DNA polymerase 3ന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു എൻസൈമിന് വരുന്ന ന്യൂക്ലിയോടൈഡിനെ റെക്കഗ്നൈസ് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല. റാദർ ദാൻ ദാറ്റ്, ഓക്കെ, ഇപ്പൊ ടെംപ്ലേറ്റ് സ്റ്റാൻഡിന് കോംപ്ലിമെന്റ് ആയിട്ട് അവിടെ ഒരു ബേസ് പെയറിംഗ് നടന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ അവിടെ ഒരു ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട് ഫോർമേഷൻ നടക്കുന്നുള്ളൂ. ഓക്കെ, സോ ടെംപ്ലേറ്റിനനുസരിച്ചിട്ടുള്ള ഒരു ബോണ്ടിങ് അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ അവിടെ ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട് ഫോർമേഷൻ വരുന്നുള്ളൂ. അല്ലാതെ ഈ ഒരു DNA polymerase 3ക്ക് വരുന്ന ന്യൂക്ലിയോടൈഡിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ലൈക്ക് ഓക്കെ അത് തൈമിൻ ആണോ ഗ്വാനിൻ ആണോ സൈറ്റോസിൻ ആണോ എന്നുള്ളത് അവിടെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഈ ഒരു ബേസ് പെയറിംഗ് നടന്നിട്ടുണ്ടെങ്കിൽ മാത്രം അവിടെ ആ ഒരു ബോണ്ടിങ് അല്ലെങ്കിൽ ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട് ഫോർമേഷൻ നടക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഓൺലി വെൻ എ കറക്റ്റ് ബേസ് പെയർ ഈസ് ഫോംഡ് at 3' OH of the primer, അങ്ങനെ ഒരു ഫോർമേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്താണ് ഈ ആൽഫ ഫോസ്ഫേറ്റിലേക്ക് 3' OHന്റെ ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് നടക്കുള്ളൂ. ഓക്കെ, ആ ഒരു ഒപ്റ്റിമം പൊസിഷൻ ക്രിയേറ്റ് ചെയ്യാനാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ, ആ ഒരു ബോണ്ടിങ് അവിടെ പ്രോപ്പർ ആയിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ഒപ്റ്റിമം പൊസിഷൻ അവിടെ ഒക്കർ ചെയ്യുള്ളൂ. ഓക്കെ, അങ്ങനെ ഒരു ഒപ്റ്റിമം പൊസിഷൻ ഒക്കർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു 3' OHന് അവിടെ ഒരു ആൽഫ ഫോസ്ഫേറ്റിലേക്ക് ഒരു ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് നടന്ന് ആ ഒരു കാറ്റലൈസിസ് അവിടെ നടക്കുന്നുള്ളൂ. The rate of incorporation of an incorrect nucleotide is 10,000-fold slower than when base pairing is correct. Okay, 1000 ന്യൂക്ലിയോടൈഡ് ആഡ് ചെയ്യുമ്പോൾ ഒരു ന്യൂക്ലിയോടൈഡ് ഒക്കെ റോങ് ആയിട്ട് അവിടെ ആഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ DNA പോളിമറേസിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ക്ലിയർലി ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ RNTPs ആൻഡ് DNTPs. ഓക്കെ, ഇറ്റ് ക്യാൻ ക്ലിയർലി ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ RNTPs ആൻഡ് DNTPs. ഇപ്പൊ ഒരു സെല്ലിന്റെ എൻവയറമെന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ RNTPസും ഉണ്ട് DNTPസും ഉണ്ട്. കമ്പാരിറ്റീവ്ലി RNTPസിന്റെ കോൺസെൻട്രേഷൻ വളരെ കൂടുതലാണ് സെല്ലില് റാദർ ദാൻ DNTPs. പക്ഷേ DNA polymerase 3ക്ക് കൃത്യമായിട്ട് അറിയാം RNTPSനെ റിമൂവ് ചെയ്തിട്ട് കറക്റ്റ് DNTPസിനെ മാത്രം ആഡ് ചെയ്യാൻ ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട് ഫോർമേഷന് സെലക്ട് ചെയ്യാനായിട്ട് അതിന് സാധിക്കുന്നുണ്ട്. അതെന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ RNTPസിലുള്ള ആ 2' OHന്റെ ആ ഒരു സ്റ്റെറിക് റിപ്പൽഷൻ ഉണ്ടാക്കും. അതായത് ഈ ഒരു 2' OHനെ
DNA polymerase 3ന്റെ കാറ്റലിറ്റിക് പോക്കറ്റിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ഡ്യൂ ടു ദാറ്റ് എന്ത് ചെയ്യും, അത് അതിനെ എലിമിനേറ്റ് ചെയ്യും. ഇപ്പം ബേസ് പെയറിംഗ് അവിടെ ഇപ്പം എയിലേക്ക് ഇപ്പം തൈമിൻ വന്നത് റൈബോന്യൂക്ലിയോടൈഡ് ആയിട്ടാണ് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ ബേസ് പെയറിംഗ് നടക്കും. പക്ഷെ ഈ തൈമിനുള്ള 2' OHന് ഈ പോളിമറേസിന്റെ കാറ്റലിറ്റിക് പോക്കറ്റിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും, അത് അവിടുന്ന് റിപ്പൽ ചെയ്യും, സ്റ്റെറിക് എക്സ്ക്ലൂഷൻ ചെയ്യും. ഓക്കെ, സോ DNA പോളിമറേസിന് ആ ഒരു ഡിസ്ക്രിമിനേഷനും പറ്റും. ഓക്കെ, ഇനി എന്താന്ന് വെച്ചാൽ ആ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ്, ഓക്കെ, ആ ഒരു ഇപ്പൊ ബോണ്ട് ഫോർമേഷനും ബോണ്ട് ബ്രേക്കേജും ഒക്കെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, അതിന്റെ ആ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ N ന്യൂക്ലിയോടൈഡ്സ് ഉണ്ട്. ഓക്കെ, ഈ N ന്യൂക്ലിയോടൈഡ്സിലേക്ക് ഒരു മോണോഫോസ്ഫേറ്റും കൂടി ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ മൊത്തം എന്തായി, N+1 ആയി. ഓക്കെ, കൂടാതെ എന്താണ്, പൈറോഫോസ്ഫേറ്റ് റിലീസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, സോ വാട്ട് ഈസ് ദ ഡ്രൈവിംഗ് ഫോഴ്സ്, ബേസിക്കലി വാട്ട് ഈസ് ദ ഡ്രൈവിംഗ് ഫോഴ്സ് ഓഫ് ദിസ് റിയാക്ഷൻ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, സോ നമുക്കറിയാം ഇങ്ങനെയുള്ള റിയാക്ഷൻസിൽ ബോണ്ട് ഫോർമേഷനും നടക്കുന്നുണ്ട്, ബോണ്ട് ബ്രേക്കിംഗും നടക്കുന്നുണ്ട്. സോ ബോണ്ട് ഫോർമേഷൻ റിലീസ് എനർജി ആൻഡ് ബോണ്ട് ബ്രേക്കിംഗ് റിക്വയർ എനർജി. നമ്മൾ യൂണിറ്റ് 1 പഠിക്കുന്ന സമയത്ത് ഈ ഒരു പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഓക്കെ, ബോണ്ട് ഫോർമേഷന്റെ സമയത്ത് ആ ലോവർ സ്റ്റേറ്റിലേക്ക്, അതായത് ഏതൊരു മോളിക്യൂളിനും അതിന്റെ ലോവർ സ്റ്റേറ്റിലാണ് സ്റ്റെബിലിറ്റി കൂടുതലുള്ളത്. ടു അറ്റൈൻ ദാറ്റ് ബൈ മേക്കിംഗ് ബോണ്ട്സ് ഇറ്റ് വിൽ റിലീസ് എനർജി. ഓക്കെ, സോ നെക്സ്റ്റ് എന്താണ്, ബോണ്ട് ബ്രേക്കിംഗ്. ബോണ്ട് ബ്രേക്കിംഗ് റിക്വയേഴ്സ് എനർജി. സോ ഈ റിലീസ് ചെയ്യുന്ന എനർജി യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ബോണ്ട് ബ്രേക്കിംഗ് നടക്കുന്നത്. സോ ഓൾ ടുഗദർ ഇതൊരു കപ്പിൾഡ് പ്രോസസ് ആണ്. ഓക്കെ, ഓൾ ടുഗദർ ഇറ്റ് ഈസ് എ കപ്പിൾഡ് പ്രോസസ്. ഓക്കെ, സോ ബോണ്ട് ബ്രേക്കിംഗും നടക്കുന്നുണ്ട്, ബോണ്ട് ഫോർമേഷനും നടക്കുന്നുണ്ട്. സോ രണ്ടിന്റെയും എനർജി എന്ന് പറയുന്നത് നെറ്റ് എനർജിയാണ്. അതായത് ആ ഒരു എൻറ്റയർ പ്രോസസ്സിൽ എത്ര ബോണ്ട് ബ്രേക്ക് ചെയ്തു, എത്ര ബോണ്ട് ഫോം ചെയ്തു, എത്ര ബോണ്ട് ബ്രേക്ക് ചെയ്തു എന്നുള്ളത് ആ ഒരു നെറ്റ് പ്രോസസ് ആണ്. അതായത് ഒരു കപ്പിൾഡ് റിയാക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. ഓക്കെ, സി ഇപ്പം ഇവിടെ തൈമിനിലേക്ക് നമുക്ക് അഡിനിനെയാണ് കൊണ്ടുവരേണ്ടത്. സോ ആ അഡിനിൻ വന്ന് കറക്റ്റ് രീതിയിൽ ബേസ് പെയറിംഗ് നടക്കുമ്പോൾ മാത്രമേ ഈ ഒരു 3' OHന് ഇവിടേക്ക് ഒരു അറ്റാക്ക് നടക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോൾ മാത്രമേ ഇവിടെ ഒരു ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ട് ഫോർമേഷൻ പോസിബിൾ ആയിട്ടുള്ളൂ. നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ കണ്ടു DNA പോളിമറേസിന്, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പോളിമറേസ് 1 പഠിക്കുമ്പോൾ കണ്ടു അല്ലെ, ഹ്യൂമന്റെ റൈറ്റ് ഹാൻഡ് ആയിട്ട് സിമിലർ ആണ് അതിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു. അതിന് എന്നിട്ട് 3 ഡൊമൈൻ ആയിട്ടാണ് നമ്മൾ തിരിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, തമ്പ്, ഫിംഗേഴ്സ് ആൻഡ് പാം, അങ്ങനെ 3 ഡൊമൈൻസ് ആണ് ഉള്ളത്. അതിൽ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ പാം ഡൊമൈനിലാണ് അതിന്റെ കാറ്റലിറ്റിക് പോക്കറ്റ് ഇരിക്കുന്നത്. പാം ഡൊമൈനിലാണ് അതിന്റെ കാറ്റലിറ്റിക് പോക്കറ്റ്, കാറ്റലിറ്റിക് സൈറ്റ് എന്ന് പറയുന്നത് പാം ഡൊമൈൻ ആണ്. ഈ കാറ്റലിറ്റിക് സൈറ്റിൽ എസ്പെഷ്യലി ഡൈവാലന്റ് മെറ്റൽ അയോൺസിന്റെ പ്രസൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെയാണ് ഡൈവാലന്റ് മെറ്റൽ അയോൺസ്? മഗ്നീഷ്യം അല്ലെങ്കിൽ സിങ്ക്. മഗ്നീഷ്യം ഓർ സിങ്ക് ആർ ദാറ്റ് ഡൈവാലന്റ് മെറ്റൽ അയോൺസ്. അവരെന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 മെറ്റൽ അയോൺസ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ 2 മഗ്നീഷ്യം ഉണ്ടെന്ന് വിചാരിക്കും, 2 മഗ്നീഷ്യം ഉണ്ടെന്ന് വിചാരിക്കും. അതിൽ ഒരു മഗ്നീഷ്യം എന്താ ചെയ്യുന്ന വെച്ചാൽ പ്രൈമറിലുള്ള 3' OHലേക്ക് ഒരു 3' OHന്റെ ആ ഒരു ഹൈഡ്രജനെ അവര് ഇത് ചെയ്തിട്ട് ആ 3' O- ആക്കും. 3' O- എന്ന് പറയുമ്പോൾ അത് കൂടുതൽ ന്യൂക്ലിയോഫൈൽ ആവും. ഓക്കെ, ആ ഒരു മോർ ന്യൂക്ലിയോഫൈൽ ആയ സ്റ്റേറ്റിൽ ഇറ്റ് ക്യാൻ അറ്റാക്ക് ആൽഫ ഫോസ്ഫേറ്റ് ഓഫ് ദി ഇൻകമിംഗ് ന്യൂക്ലിയോടൈഡ്. ഓക്കെ, അതേസമയം തന്നെ സെക്കൻഡ് മഗ്നീഷ്യം എന്ത് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബീറ്റ ആൻഡ് ഗാമ ഫോസ്ഫേറ്റിന്റെ നെഗറ്റീവ് ചാർജ് ആയിട്ട് കോർഡിനേറ്റ് ചെയ്യും. സോ അങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് അവിടെ ഹോൾഡ് ചെയ്യുമ്പോൾ ഇവിടെ ആൽഫ ഫോസ്ഫേറ്റ് ആയിട്ട് ഒരു അറ്റാക്ക് നടക്കുമ്പോൾ അവിടെ എന്താണ് എക്സാക്ട്ലി പൈറോഫോസ്ഫേറ്റ് ആയിട്ട് ഇത് റിലീസ് ചെയ്യാണ് ചെയ്യുന്നത്. സോ അങ്ങനെ ഒരു കോർഡിനേറ്റഡ് വേയിലാണ് ഈ ഒരു പ്രോസസ്സ് അവിടെ നടക്കുന്നത്. ഓക്കെ, സോ മഗ്നീഷ്യം അല്ലെങ്കിൽ സിങ്ക് ഡൈവാലന്റ് അയൺസ് ആണ് അവിടെ വേണ്ടത്. ഓക്കെ, so this divalent ions will coordinate the negative charge of beta phosphate and gamma phosphate of the DNTP and stabilizes the pyrophosphate produced by joining the primer and the incoming nucleotide. Okay, so അതാണ് ആ ഒരു ആക്റ്റീവ് സൈറ്റിലുള്ള അല്ലെങ്കിൽ കാറ്റലൈസിസ് നടക്കുന്ന ആ ഒരു ആക്റ്റീവ് സൈറ്റിന്റെ റോള് ഇങ്ങനെയാണ്. സി നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻകറക്റ്റ് ബേസ് പെയർ, നമുക്ക് ഇവിടെ അറിയാം അഡിനിന്റെ കൂടെ എന്താണ് തൈമിൻ ആണ് ബേസ് പെയർ ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ വന്നിരിക്കുന്നത് വീണ്ടും ഒരു അഡിനിൻ തന്നെയായിരുന്നു.
അപ്പം ആ ഒരു ബേസ് പെയറിംഗ് അവിടെ നടക്കാത്തത് കൊണ്ട് അതിന്റെ ഓറിയന്റേഷൻ വേറെ ഒരു രീതിയിലാണ് ഓറിയന്റ് ചെയ്തത്. സോ ഈ ഒരു OH ന് ഇവിടെ ഒരു അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഇവിടെ ഒരു ബോണ്ടിങ് നടന്നില്ല. ഓക്കെ, കറക്റ്റ് ബേസ് പെയർ, അതായത് ഇപ്പൊ ഇവിടെ തൈമിൻ വന്നപ്പോ ഇവിടെ ബേസ് പെയറിംഗ് നടന്നു. അപ്പൊ എന്താണ്, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ രണ്ട് കാറ്റലിറ്റിക് പോക്കറ്റിലുള്ള രണ്ട് മഗ്നീഷ്യം അയൺ ഉണ്ട്. ഒരു മഗ്നീഷ്യം അയൺ ഇവിടെയുണ്ട്, ഒരു മഗ്നീഷ്യം അയൺ ഇവിടെയുണ്ട്. ഈ മഗ്നീഷ്യം അയൺ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഈ 3' OH-ലേക്ക് ഒരു ന്യൂക്ലിയോഫൈൽ, അതിനെ ഈ 3' OH-നെ മോർ ന്യൂക്ലിയോഫൈൽ ആക്കും. സോ ഇറ്റ് വിൽ ബിക്കം O-. ഓക്കെ, സോ അത് മോർ ന്യൂക്ലിയോഫൈൽ ആയിട്ടുള്ള സ്റ്റേറ്റിൽ ഇറ്റ് വിൽ അറ്റാക്ക് ദിസ് ആൽഫ ഫോസ്ഫേറ്റ്. ഈ ആൽഫ ഫോസ്ഫേറ്റിന് അത് ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് നടത്തും. അതേസമയം തന്നെ ഈ മഗ്നീഷ്യം എന്ത് ചെയ്യും, ഈ Mg2+ എന്ത് ചെയ്യും, ഈ ബീറ്റ ഫോസ്ഫേറ്റിനെയും ഗാമ ഫോസ്ഫേറ്റിനെയും കോർഡിനേറ്റ് ചെയ്ത് ഹോൾഡ് ചെയ്യും. ഓക്കെ, ബീറ്റ ഫോസ്ഫേറ്റിന്റെയും ഗാമ ഫോസ്ഫേറ്റിന്റെയും നെഗറ്റീവ് ചാർജും ഈ Mg2+ തമ്മിൽ അവിടെ കോർഡിനേറ്റ് ചെയ്ത് വരും. അപ്പോൾ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് നടക്കുന്ന സമയത്ത് ഇവിടെ കറക്റ്റ് ആയിട്ട് ബോണ്ട് ബ്രേക്കിംഗ് നടക്കും. ഓക്കെ, അങ്ങനെ പൈറോഫോസ്ഫേറ്റ് റിലീസ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഇതാണ് നമ്മളെ DNA പോളിമറേസിന്റെ കാറ്റലിറ്റിക് പോക്കറ്റിൽ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ കണ്ടു അതിന്റെ ഹാൻഡ് അനലോഗി എന്ന് പറഞ്ഞല്ലോ, അതിന് ഫിംഗർ ഉണ്ട്, അല്ലെങ്കിൽ എന്താ പറയാ പാം ഡൊമൈനിലാണ് അതിന്റെ കാറ്റലിറ്റിക് പോക്കറ്റ് എന്ന് പറഞ്ഞു. ഓക്കെ, more importantly, once a correct base pair is formed between the incoming nucleotide and the template, the finger domain moves to enclose the DNTP. This closed form of the polymerase hand stimulates catalysis by moving the incoming nucleotide into close contact with the catalytic metal ion. Okay, so ഇതാണ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ഇത് ഓപ്പൺ ഓറിയന്റേഷൻ ആണ്. ഓക്കെ, ഓപ്പൺ ഓറിയന്റേഷൻ ആണ്. ഓക്കെ, ഇൻകമിംഗ് ന്യൂക്ലിയോടൈഡ് വന്നു. ഓക്കെ, അപ്പൊ ഇവിടെ സൈറ്റോസിൻ ആണ്, അപ്പൊ ഇൻകമിംഗ് ന്യൂക്ലിയോടൈഡ് ഗ്വാനിൻ ആണ്. ഓക്കെ, സോ ആ ഇൻകമിംഗ് ന്യൂക്ലിയോടൈഡ് വന്നു ഗ്വാനിൻ ആയിട്ട്, അവിടെ ഒരു ബേസ് പെയറിംഗ് നടന്ന സമയത്ത് ഇത് എന്ത് ചെയ്യും, ഇത് ക്ലോസ് കൺഫോർമേഷനിലേക്ക് വന്നു. 40 ഡിഗ്രിയിൽ ഒരു ക്ലോസ്ഡ് ഹെലിക്സ് കൺഫോർമേഷനിലേക്ക് വന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തു, അവിടുത്തെ ആ മെറ്റൽ അയൺസ് സെയിം, ഇതാണ് നമ്മുടെ Mg2+ ആണ് കേട്ടോ, രണ്ട് Mg2+ ആണത്. സോ ഈ Mg2+ ക്യാൻ ഈ ഒരു OH-നെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആൻഡ് ഓൾസോ ഈ ഒരു ഫോസ്ഫേറ്റിനെയും ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ അവിടെ ആ ഒരു കാറ്റലൈസിസ് അവിടെ നടക്കണം. അങ്ങനെയാണ് അവിടെ ഫോസ്ഫോഡൈസ്ഡ് ബോണ്ട് ഫോർമേഷൻ ചെയ്യുന്നത്. ഓക്കെ, സോ കാറ്റലിറ്റിക് പോക്കറ്റിൽ കറക്റ്റ് ആയിട്ടുള്ള ബേസ് പെയർ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എന്താണ്, ക്ലോസ്ഡ് കൺഫോർമേഷനിലേക്ക് ചേഞ്ച് ചെയ്യും. സോ ആ ഒരു ക്ലോസ്ഡ് കൺഫോർമേഷനിലേക്ക് വരുന്ന സമയത്ത് ഈ ഡൈവാലന്റ് കാറ്റയോൺസിന് എക്സാക്ട്ലി ആ ഒരു കാറ്റലൈസിസ് കൊണ്ട് നടക്കാൻ പറ്റും. ആൻഡ് ഓൾസോ ആ ഒരു കാറ്റലിറ്റിക് പോക്കറ്റിലുള്ള ടൈറോസിൻ, ലൈസിൻ, ആർജിനിൻ പോലുള്ള അമിനോ ആസിഡ്സിന്റെ റോളും ഇമ്പോർട്ടന്റ് ആണ്. This then serves to expose only the first template base after the primer at the catalytic site and avoids any confusion concerning which template base should pair with the next nucleotide to be added. Okay, so അതും കൂടി ഉണ്ട്. ആ ഒരു ബെൻഡിങ് കൊണ്ട് എന്താണ്, കറക്റ്റ് ആ ഒരു ഏത് ന്യൂക്ലിയോടൈഡിലേക്കാണ് ആഡ് ചെയ്യേണ്ടത് അത് മാത്രമേ എക്സ്പോസ്ഡ് ആവുള്ളൂ. ബാക്കി ന്യൂക്ലിയോടൈഡ്സ് ഒന്നും ഈ ഒരു കാറ്റലിറ്റിക് പോക്കറ്റിലേക്ക് വരുന്നില്ല. ഓക്കെ, then next, in contrast to the fingers and the palm, the thumb domain is not intimately involved in catalysis. Instead, the thumb interacts with the DNA that has been most recently synthesized. Okay, so thumb region newly synthesized daughter strand ആയിട്ടാണ് interaction വരുന്നത്. This serves two purposes. First, it maintains the correct position of the primer and the active site. The second one, the thumb helps to maintaining a strong association between the DNA polymerase and its substrate. This association contributes to the ability of the DNA polymerase to add many DNTPs each time it binds a primer template junction. Okay, so ആ ഒരു DNA polymerase എൻസൈമിന്റെ തമ്പ് റീജിയൻ ആണ് അതിന്റെ പ്രോസസിവിറ്റി റോളാണ്. പ്രോസസിവിറ്റിയിൽ ഇമ്പോർട്ടൻറ്റ് റോള് ചെയ്യുന്നത് തമ്പാണ്. ഓക്കെ, സോ ആ ഒരു തമ്പ് റീജിയൻ ആണ്
ന്യൂലി സിന്തസൈസ്ഡ് DNA സ്ട്രാൻഡിനെ അതായത് അതിന്റെ കാറ്റലിറ്റിക് പോക്കറ്റിൽ നിന്ന് മൂവ് ഫോർവേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ആ ഒരു ടെംപ്ലേറ്റ് ആൻഡ് എൻസൈം ആയിട്ടുള്ള ആ ഒരു ഹോൾഡ് അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർ കോണ്ടാക്ട് കീപ്പ് ചെയ്യുന്നത് തമ്പാണ്. ഓക്കെ, സോ നമ്മൾ കണ്ടു പ്രോസസിവിറ്റി, ഓരോ എൻസൈമിന്റെ പ്രോസസിവിറ്റി നമ്മൾ കണ്ടു അല്ലെ. എത്ര ഡിസോസിയേറ്റ് സ്ട്രാൻഡിൽ നിന്ന് ഡിസോസിയേറ്റ് ചെയ്യുന്നതിന് മുൻപ് എത്ര നമ്പർ ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ആഡ് ചെയ്യാം എന്നുള്ളതിനാണ് ഓരോ എൻസൈമിന്റെ പ്രോസസിവിറ്റി എന്ന് പറയുന്നത്. സോ DNA പോളിമറേസ് 3യുടെ കേസിൽ പ്രോസസിവിറ്റി ഹൈ ആണ്. സോ അതിന്റെ ഒരു റോള് മെയിൻ റോള് എന്ന് പറയുന്നത് അതിന്റെ തമ്പ് ഡൊമൈൻ ആണ്. ഓക്കെ, then in DNA polymerase the nucleotide binding pocket cannot accommodate 2' OH on the incoming nucleotide. This space is occupied by 2 amino acids that make van der Waals contacts with the sugar ring. Changing these amino acids to other amino acids with smaller side chains results in a DNA polymerase with significantly reduced discrimination between DNTPs and RNTPs. Okay, so DNA polymerase in the catalytic cycle amino acid change ചെയ്തിട്ട് ലൈക്ക് ഇപ്പോൾ ഗ്ലൂട്ടാമേറ്റോ അലാനിനോ ഒക്കെ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ആ ഡിസ്ക്രിമിനേഷൻ പവർ അവിടെ ലോസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അതൊരു കൈൻഡ് ഓഫ് മ്യൂട്ടേഷൻ തന്നെയാണ്. സോ ഇറ്റ് കാൺ ഡിസ്ക്രിമിനേറ്റ് ബിറ്റ്വീൻ GNTPs ആൻഡ് RNTPs. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു എന്താ പറയാ, ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണ് ഈ ഒരു DNA പോളിമറേസ് 3നെ എന്താണ് ആന്റി ക്യാൻസർ ആൻഡ് ആന്റി വൈറൽ ഏജന്റിന്റെ ടാർഗറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, nucleotides that meet some but not all of the requirements for use by DNA polymerase can inhibit DNA synthesis by terminating elongation. Okay, ഇപ്പൊ റോങ് ന്യൂക്ലിയോടൈഡ്സ് അതായത് RNTPs ഒരുപാട് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ എന്താണ് റിപ്പയർ സിസ്റ്റംസ് ഉണ്ട് അല്ലെ. അപ്പം ഒരു ഇതിൽ കൂടുതലായിട്ട് മിസ്മാച്ച് അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ദാറ്റ് സെൽ മേ ഓപ്റ്റ് അപ്പോട്ടോസിസ്. ഓക്കെ, സോ അക്യുമുലേറ്റഡ് ആയിട്ടുള്ള മിസ്മാച്ചസ് DNA മിസ്മാച്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഗോ ഫോർ അപ്പോട്ടോസിസ്. സോ നമുക്ക് ക്യാൻസർ സെല്ലിന്റെ കേസിൽ എന്താണ് വേണ്ടത്, നമുക്ക് അതിന്റെ അപ്പോട്ടോസിസിലേക്ക് അതിനെ ലീഡ് ചെയ്യാണ് വേണ്ടത്. സോ അങ്ങനെയുള്ള അതുകൊണ്ട് തന്നെയാണ് ക്യാൻസർ ട്രീറ്റ്മെന്റിന്റെ കേസിലാണെങ്കിലും ആന്റിവൈറലിന്റെ കേസിലാണെങ്കിലും ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പോളിമറേസ് ആണ്. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാറ്റലിറ്റിക് പോക്കറ്റിലുള്ള അമിനോ ആസിഡിനെ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ് അതിന്റെ ഡിസ്ക്രിമിനേഷൻ കുറയും. അപ്പം എന്താണ് റോങ് ന്യൂക്ലിയോടൈഡ്സ് ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ കൂടുതൽ റോങ് ന്യൂക്ലിയോടൈഡ്സ് അക്യുമുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ ഗോ ഫോർ അപ്പോട്ടോസിസ്. സോ നമുക്കതിനെ ക്യാൻസർ ട്രീറ്റ്മെന്റിലേക്കും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു ലോജിക്ക് എന്ന് പറയുന്നത് അതാണ്. നമുക്ക് അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഡിസ്ക്രിമിനേറ്റർ അമിനോ ആസിഡ്, ഇതാണ് അതിന്റെ ഡിസ്ക്രിമിനേറ്റർ അമിനോ ആസിഡ് എന്ന് പറയുന്നത്. ഇപ്പൊ DNTPs വരെയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അത് എക്സാക്ട്ലി ആ ഒരു കാറ്റലിറ്റിക് പോക്കറ്റിൽ അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ഇവിടെ ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട് ഫോർമേഷൻ നടക്കുന്നുണ്ട്. അതർവൈസ് എന്ത് പറ്റും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇൻകമിങ് ന്യൂക്ലിയോടൈഡ് RNTPs ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ ഈ ഒരു OH എന്താണ് ഇവിടെ ഒരു സ്റ്റെറിക് ഇൻട്രൻസ് നടത്തുന്നത്, അതായത് ഈ ഒരു കാറ്റലിറ്റിക് പോക്കറ്റിൽ അക്കോമഡേറ്റ് ചെയ്യില്ല. ഓക്കെ, സോ ഈ ഒരു 2' OH അതിനെ എക്സ്ക്ലൂഡ് ചെയ്തു. ഈ ഒരു 2' OHനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇറ്റ് വിൽ ഇപ്പൊ ഇവിടെ ബേസ് പെയറിംഗ്, ഇപ്പൊ യുറാസിൽ ആയിട്ട് ഇവിടെ ബേസ് പെയറിംഗ് നടന്നിട്ടുണ്ടെങ്കിലും വാട്ട് ഇറ്റ് വിൽ ഡു ഇസ് ഇറ്റ് വിൽ എക്സ്ക്ലൂഡ് ദിസ്. ഓക്കെ, അവിടെ ഒരു ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട് ഫോർമേഷൻ നടക്കില്ല. സോ ഓട്ടോമാറ്റിക്കലി ഇവിടെ ആ ഒരു ബോണ്ട് ബ്രേക്ക് വന്നിട്ട് യുറാസിൽ വിൽ റിലീസ് ഫ്രം ദിസ് ആക്റ്റീവ് സൈറ്റ്. ഇപ്പൊ അവിടെ തൈമിൻ വരികയാണെന്നുണ്ടെങ്കിൽ മാത്രമേ അവിടെ ബോണ്ട് ഫോർമേഷൻ നടക്കുള്ളൂ. ഓക്കെ, സോ അതിന് മെയിൻ ആയിട്ട് ഈ ഒരു അമിനോ ആസിഡ് സീക്വൻസ് ഹാവ് മേജർ റോൾ ഇൻ ദാറ്റ്. ഓക്കെ, ദെൻ നമുക്ക് അതിന്റെ സ്ട്രക്ചറിലേക്ക് കടക്കാം. ഓക്കെ, DNA പോളിമറേസ് 3 ഹോളോ എൻസൈമിന്റെ സ്ട്രക്ചർ ആണ് അത്. ഓക്കെ, അതിന്റെ സബ് യൂണിറ്റ്സ് നോക്കാം. ആൽഫ സബ് യൂണിറ്റ്സ്. ഓക്കെ, ആൽഫ സബ് യൂണിറ്റ്സിനാണ് അതിന്റെ പോളിമറേസ് ആക്ടിവിറ്റി ഉള്ളത്, ആൽഫ സബ് യൂണിറ്റ്. ഓക്കെ, ഇത് 2 യൂണിറ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇപ്പം DNA സ്ട്രാൻഡ് കണ്ടു, DNA സ്ട്രാൻഡ് റെപ്ലിക്കേഷൻ ഫോർക്ക് കണ്ടു. ഓക്കെ, സോ റെപ്ലിക്കേഷൻ ഫോർക്കിൽ ലീഡിങ് സ്ട്രാൻഡും ഉണ്ട്, ലാഗിങ് സ്ട്രാൻഡും ഉണ്ട്. സോ അറ്റ് എ ടൈം ഇതൊരു വലിയ എൻസൈം ആണ്. DNA പോളിമറേസ് 3 എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബിഗ് എൻസൈം. ഓക്കെ, സോ അത് എൻറ്റയർ ആയിട്ട് 2 സ്ട്രാൻഡിനെയും അക്കോമഡേറ്റ് ചെയ്യും. ഓക്കെ, 2 സ്ട്രാൻഡിനെ അക്കോമഡേറ്റ് ചെയ്യും. അപ്പൊ ഒരേ എൻസൈം തന്നെയാണ് ലീഡിങ് സ്ട്രാൻഡും ആണെങ്കിലും ലാഗിങ് സ്ട്രാൻഡ് ആണെങ്കിലും അത് ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഒരു സ്ട്രാൻഡിൽ അതിന് ആൽഫ സബ് യൂണിറ്റ് ആണ് അതിന്റെ
പോളിമറൈസ് ആക്ടിവിറ്റി ഉള്ളത്. ഈ ഒരു ആൽഫ സബ് യൂണിറ്റിനാണ് പോളിമറൈസ് ആക്ടിവിറ്റി ഉള്ളത്. ദെൻ നെക്സ്റ്റ് വന്നിട്ട് എപ്സൈലോൺ ആണ്, എപ്സൈലോൺ യൂണിറ്റ്. ഓക്കെ, ഈ ഒരു എപ്സൈലോൺ യൂണിറ്റിനാണ് അതിന്റെ 3' to 5' എക്സോ ന്യൂക്ലിയസ് ഉള്ളത്. ഓക്കെ, 5' to 3' ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ന്യൂക്ലിയോടൈഡ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇനി എന്തെങ്കിലും ടെർമിനൽ റോങ് ന്യൂക്ലിയോടൈഡ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് പ്രൂഫ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തിരിച്ചിങ്ങോട്ട് വരും. 3' to 5' എക്സോ ന്യൂക്ലിയസ് ആക്ടിവിറ്റി ഉണ്ട്. സോ അത് പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്? പോളിമറൈസിന്റെ എപ്സൈലോൺ റീജിയൻ ആണ് പോളിമറൈസ് ആക്ടിവിറ്റി ഉള്ളത്. ദെൻ നെക്സ്റ്റ് വന്നിട്ട് തീറ്റ. തീറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സ്റ്റിമുലേറ്റർ ഓഫ് എപ്സൈലോൺ. ഓക്കെ, തീറ്റ സ്റ്റിമുലേറ്റ് ദി എപ്സൈലോൺ സബ് യൂണിറ്റ്സ് പ്രൂഫ് റീഡിംഗ് ആക്ടിവിറ്റി. ദെൻ 2 ബീറ്റ, 2 ബീറ്റ യൂണിറ്റ് ഉണ്ട്. ഓക്കെ, ഈ 2 ബീറ്റ യൂണിറ്റ്സ് ഉണ്ട്. അതാണ് നമ്മുടെ സ്ലൈഡിംഗ് ക്ലാമ്പ് എന്ന് പറയുന്നത്. സോ ഇത് അതിന്റെ ഒരു ഈ ഒരു സ്ലൈഡിംഗ് ബീറ്റ ക്ലാമ്പിലാണ് ഈ ഒരു എൻസൈം ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു റിംഗ് സ്ട്രക്ചർ ആണ്. അപ്പൊ അതിങ്ങനെ എന്താണ് പറയാ, DNA ഇങ്ങനെ റിംഗ് ആയിട്ട് വരും. ആൻഡ് ഇതിലാണ് അതിന്റെ ആക്റ്റീവ് സൈറ്റ് അല്ലെങ്കിൽ അതിന്റെ ആൽഫ റീജിയനെ അക്കോമഡേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ ഡോക്കിംഗ് സൈറ്റ് എന്ന് പറയുന്നത് ഈ ബീറ്റ ക്ലാമ്പ് ആണ്. ഓക്കെ, 2 ബീറ്റ ക്ലാമ്പ് ഉണ്ട്. ദെൻ 2 ടോ ഉണ്ട്. ഈ ടോ റീജിയൻ എന്ന് പറയുന്നത് ഇത് രണ്ടിനെയും ലിങ്ക് ആണ്. ഇറ്റ്സ് എ ലിങ്കർ ബേസിക്കലി. ടോ റീജിയൻ എന്ന് പറയുന്നത് ഒരു ലിങ്കർ ആണ്. ഇറ്റ് ആക്ട്സ് ടു ഡൈമറൈസ് 2 ഓഫ് ദി കോർ എൻസൈം. ഓക്കെ, കോർ എൻസൈം എന്താണ്? ആൽഫ എപ്സലോൺ തീറ്റ ആണ് നമ്മളെ കോർ എൻസൈം എന്ന് പറയുന്നത്. ആൻഡ് ദിസ് 2 ടോ യൂണിറ്റ്സ് ആക്ട്സ് ടു ഡൈമറൈസ് 2 ഓഫ് ദി കോർ എൻസൈം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ഗാമ. ഗാമ എന്ന് പറയുന്നത് ക്ലാമ്പ് ലോഡർ ആണ്. ഓക്കെ, ദിസ് ഇസ് ദി ഗാമ ക്ലാമ്പ് ലോഡർ. ഓക്കെ, സോ ഈ ഒരു ബീറ്റ യൂണിറ്റിനെ ലോഡ് ചെയ്യുന്നത് ഗാമ സബ് യൂണിറ്റ് ആണ്. ഓക്കെ, ഇറ്റ് ഇസ് ക്ലാമ്പ് ലോഡർ. ദെൻ അനദർ 2 സബ് യൂണിറ്റ്സ് ആർ ദർ, chi and psi. Okay, chi and psi form 1:1 complex and binds to gamma and tau. Okay, സോ ഇതിനെല്ലാം കൂടി ഹോൾഡ് ചെയ്യാനാണ് ഈ ഒരു chi and psi റീജിയൻ ഉള്ളത്. സോ ഇങ്ങനെയുള്ള ഒരു എൻറ്റയർ സെറ്റിനെയാണ് നമ്മൾ DNA പോളിമറൈസ് ഹോളോ എൻസൈം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇങ്ങനെ ഒരു രീതിയിലാണ് അത് DNA സ്ട്രാൻഡിൽ അത് ഹോൾഡ് ചെയ്തിട്ട് അതിന്റെ ആക്ടിവിറ്റി അല്ലെങ്കിൽ കാറ്റലൈസിസ് അല്ലെങ്കിൽ ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ട് ഫോർമേഷൻ അല്ലെങ്കിൽ DNA സ്ട്രാൻഡ് ഇലോങ്കേഷൻ നടത്തുന്നത്. സോ ഈച്ച് യൂണിറ്റ് ഹാവ് ഇറ്റ്സ് ഓൺ വർക്ക്. ഓക്കെ, പക്ഷെ അതിന്റെ ആക്റ്റീവ് സബ് യൂണിറ്റ് എന്ന് പറയുന്നത് ആൽഫ, എപ്സൈലോൺ ആൻഡ് തീറ്റ റീജിയൻ ആണ്. ആൻഡ് ടോ ഈസ് ദി ലിങ്കർ, ബീറ്റ ഈസ് ദി ക്ലാമ്പ് ആൻഡ് ഗാമ അതിന്റെ ലിങ്കർ ഇതാണ്, അതിന്റെ ക്ലാമ്പ് ലോഡർ ആണ്. ആൻഡ് chi and psi റീജിയൻ. ഓക്കെ, ദെൻ പ്രോസസിവിറ്റി ആൻഡ് പ്രൂഫ് റീഡിംഗ് ആക്ടിവിറ്റി. ഓക്കെ, നമ്മൾ കണ്ടു DNA പോളിമറൈസ് 3 എസ്പെഷ്യലി ഹൈലി പ്രോസസീവ് ആയിട്ടുള്ള ഒരു എൻസൈം ആണെന്ന് കണ്ടു. ഓക്കെ, പിന്നെ ഏറ്റവും ലോ പ്രോസസിവിറ്റി എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 1 ബേസ് പെയർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, വളരെ ലോ പ്രോസസിവിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഫാസ്റ്റസ്റ്റ് പ്രോസസിവിറ്റി എന്ന് പറയുന്നത് 1000 ന്യൂക്ലിയോടൈഡ്സ് പെർ സെക്കൻഡ് ആണ്. Proofreading exonucleases removes bases from 3' end of mismatched DNA. When an incorrect nucleotide is incorporated into the DNA, the rate of DNA synthesis is reduced because of the incorrect positioning of the 3' OH. See, നമുക്ക് ഈ ഒരു ഡയഗ്രത്തിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് അതിന്റെ പാം ഡൊമൈൻ, ഫിംഗർ ഡൊമൈൻ ആൻഡ് തം ഡൊമൈൻ എന്ന് കണ്ടു. ഓക്കെ, സോ പാം ഡൊമൈനിലാണ് നമ്മുടെ കാറ്റലൈസിസ് നടക്കുന്നത്. ദിസ് ഈസ് ദി 3' OH. ഓക്കെ, ഇതിലേക്കാണ് നമുക്ക് ന്യൂക്ലിയോടൈഡ്സിനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. സപ്പോസ് ഇവിടെ ഒരു റോങ് ന്യൂക്ലിയോടൈഡ് ആണ് ആഡ് ചെയ്തതെന്ന് വിചാരിക്കൂ. അങ്ങനെ വരുന്ന സമയത്ത് ഇതാണ് നമ്മൾ എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റി സൈറ്റ് ഉള്ളത്. എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റി ആർക്കാണ്? എപ്സൈലോൺ ആണ്. ഓക്കെ, സോ ഈ ഒരു അപ്പൊ എന്ത് ചെയ്യും, ഇതിന്റെ ക്ലോസ്, ഇതിന്റെ നമ്മൾ കണ്ടൂല്ലേ പോളിമറൈസിന് ഓപ്പൺ ആൻഡ് ക്ലോസ് കൺഫർമേഷൻ ഉണ്ട്. സോ അങ്ങനെ ഒരു റോങ് ന്യൂക്ലിയോടൈഡ് എൻറ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ 3' OHന്റെ പൊസിഷൻ ഡിഫറെന്റ് ആയിട്ട് വരും. അതിന്റെ ആ ഒരു ആംഗിൾ ഡിഫറൻസ് വരും. സോ അത് റെക്കഗ്നൈസ് ചെയ്യും. ഓക്കെ, സംതിങ് ഹാഡ് ഹാപ്പൻഡ്, ഒരു റോങ് മിസ്മാച്ച് അവിടെ നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ കം ടു ദിസ് എക്സോന്യൂക്ലിയസ് പോക്കറ്റ്. ഓക്കെ, സോ ഈ എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റി എന്ത് ചെയ്യും, 3' to 5' എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റി നടന്നിട്ട് അതിനെ ക്ലീവ് ചെയ്യും. ക്ലീവ് ചെയ്തിട്ട് അതിനെ മാറ്റും. ആൻഡ് ഓൾസോ അത് റോങ് ന്യൂക്ലിയോടൈഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ അഗെയിൻ കം ടു പാം റീജിയൻ. പാം റീജിയനിൽ വന്നിട്ട് അവിടെ കാറ്റലൈസിസ് നടക്കും ആൻഡ് ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ട് ഫോർമേഷൻ അവിടെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, സോ ഈ ഒരു രീതിയിലാണ് അല്ലെങ്കിൽ ആ DNA പോളിമറൈസിന്റെ കാറ്റലിറ്റിക് പോക്കറ്റിൽ അതിന്റെ പ്രൂഫ് റീഡിങ്ങും നടക്കുന്നത്.
Once a mismatched nucleotide is removed, a properly base paired primer template junction is reformed and the polymerization resumes. Okay. So nucleotide exonuclease activity കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് palm region തന്നെ അത് ഓറിയന്റ് ചെയ്തിട്ട് polymerization continue ചെയ്യും. Okay. See, ഇപ്പൊ മിസ്മാച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ ടൈമിന് പകരം സൈറ്റോസിൻ ആണ് വന്നത്. മിസ്മാച്ച് ഒബ്സർവ് ചെയ്തു. സോ അതിനെ റിമൂവ് ചെയ്യണം. അപ്പോൾ അത് തിരിച്ച് റീഡ് ചെയ്തിട്ട് സൈറ്റോസിനെ അല്ലെങ്കിൽ കുറച്ച് ന്യൂക്ലിയോടൈഡ്സിനെയും കൂടി റിമൂവ് ചെയ്യും. റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് കറക്റ്റ് ന്യൂക്ലിയോടൈഡ്സ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഓറിയന്റേഷൻ കറക്റ്റ് ആവും ആൻഡ് ഇലോങ്ങേഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. നെക്സ്റ്റ് എൻസൈം വന്നിട്ട് DNA ലൈഗേസ് ആണ്. ഓക്കെ, നമ്മൾ DNA പോളിമറൈസ് 1 ആണ് നിക് ട്രാൻസ്ലേഷൻ ചെയ്യുന്നത് എന്ന് കണ്ടു. നിക് ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഒരു ഈ ഒരു 3' OH ലാസ്റ്റ് 3' OH ഈ ഒരു 5' ഫോസ്ഫേറ്റും തമ്മിൽ ഒരു ഗ്യാപ്പ് വരും. ഇപ്പൊ ഇവിടെയൊക്കെ നിക് ട്രാൻസ്ലേഷൻ നടത്തിയെങ്കിലും ഈ ഒരു ലാസ്റ്റ് 2 ന്യൂക്ലിയോടൈഡ്സ് തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ഇതിനെയാണ് നിക് എന്ന് പറയുന്നത്. സോ നമുക്ക് ഈ ഒരു നിക് സീൽ ചെയ്യാണ് ചെയ്യേണ്ടത്. ഈ ഒരു നിക് സീലിംഗ് ഈസ് മെയിൻലി ഡൺ ബൈ DNA ligase. And also നമുക്ക് എവിടെ വേണം, ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സിനെയും നമുക്ക് സീൽ ചെയ്യണം. നമുക്ക് DNA ligase ആവശ്യമുണ്ട്. Once the RNA has been removed and replaced, the adjacent Okazaki fragments must be linked together. Connects two adjacent single-strand DNA strands by joining 3' OH of the DNA strand to the 5' phosphate of another DNA strand. DNA ligases use high-energy cofactors such as ATP to create a phosphodiester bond between an adjacent 5' phosphate and 3' OH. Okay, so ഈ ഒരു 5' and 3' phosphodiester bond formation വേണ്ടിയിട്ട് ഈ ഒരു ലൈഗേസ് എൻസൈമിന് ഹൈ എനർജി കോഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, ATP, NAD ഒക്കെയാണ് അതിന്റെ കോഫാക്ടർ എന്ന് പറയുന്നത്. നിക് സീലിംഗ് ഈസ് എ മേജർ സ്റ്റെപ്പ് ഇൻ റെപ്ലിക്കേഷൻ, റിപ്പയറിംഗ്, റീകോമ്പിനേഷൻ ആൻഡ് സ്പ്ലൈസിംഗ്. Free energy required by this reaction is obtained in a species dependent manner. അതായത് ഇപ്പൊ ഇക്കോളയുടെ കേസിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈ എനർജി കോഫാക്ടർ എന്ന് പറയുന്നത് NAD ആണ്. ഓക്കെ, അതർ യൂകാരിയോട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ATP ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദ എൻസൈം എക്സാക്ട്ലി സെയിം തന്നെയാണ്, പക്ഷെ അതിന്റെ കോഫാക്ടർ ഡിഫറെന്റ് ആണ്. എങ്ങനെയാണ് ആ മെക്കാനിസം എന്നുള്ളത് നമുക്ക് നോക്കാം. ഈക്കോളയുടെ കേസിൽ NAD+ ആണ് അത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, NAD+ യൂസ് ചെയ്തിട്ട് അത് NAD-നെ NMN ആൻഡ് AMP ആയിട്ട് റിലീസ് ചെയ്യാണ് ചെയ്യുന്നത്. നമുക്ക് അതിന്റെ റിയാക്ഷൻ എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, ഇത് ആണ് എൻസൈം. ഓക്കെ, ഈ എൻസൈമിന്റെ ഇതാണ് നമ്മുടെ ലൈഗേസ് എൻസൈം. ഓക്കെ, അതിന്റെ കോഫാക്ടർ ആണ് ഇത്. ഓക്കെ, NAD+ ആണ് അതിന്റെ കോഫാക്ടർ എന്ന് പറയുന്നത്. സോ ഈ ഒരു എൻസൈമിന്റെ അമിനോ ഗ്രൂപ്പിലുള്ള നൈട്രജൻ ഇവിടെ ഒരു ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് നടക്കുന്ന സമയത്ത് NMN ആയിട്ട് അത് റിലീസ് ചെയ്യുകയും ചെയ്യും. ആൻഡ് ഓൾസോ ഇവിടെ ഒരു ബോണ്ട് ഫോർമേഷൻ, ഒരു മോണോഫോസ്ഫേറ്റ് അവിടെ ഫോം ചെയ്യുകയും ചെയ്യും. ഓക്കെ, സോ ഈ ഒരു അതായത് നമുക്കിപ്പോ ഇവിടെ ഒരു 5' ഫോസ്ഫേറ്റ് ഉണ്ട്, OH ഉണ്ട്, പക്ഷെ ഇതൊരു ഹൈ എനർജി ആയിട്ടുള്ളതാണെങ്കിൽ മാത്രമേ അവിടെ ഒരു ബോണ്ട് ഫോർമേഷൻ അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് വന്ന് അവിടെ ഒരു ബോണ്ട് ഫോർമേഷൻ നടക്കുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും, ഈ ഒരു എൻസൈം എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫോസ്ഫേറ്റിനെ ഈ 5' ഫോസ്ഫേറ്റിലേക്ക് ആഡ് ചെയ്തു ജോയിൻ ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പം ഈ ഒരു 3' OH ഈ ഒരു ഫോസ്ഫേറ്റിലേക്ക് ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് നടത്താൻ പറ്റും. അപ്പോൾ ഇത് AMP ആയിട്ട് റിലീസ് ചെയ്തിട്ട് ഇവിടെ ഫോസ്ഫോഡൈസ്ഡ് ബോണ്ട് ഫോർമേഷൻ നടക്കും. ഇങ്ങനെയാണ് ലൈഗേസ് എൻസൈമിന്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. The protein forms a C-shaped clamp that encircles a 19 base pair segment of the DNA centered on the nick. All eukaryotes and bacteriophage T4 use ATP requiring DNA ligase. ഇപ്പൊ ഇത് തന്നെയാണ് ATPയുടെ കേസിൽ. ഇപ്പൊ നമുക്ക് ഡയഗ്രത്തിൽ NAD ആണ് കൊടുത്തത്, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ATP ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ATP കൊടുക്കുന്ന സമയത്ത് പൈറോഫോസ്ഫേറ്റ് റിലീസ് ചെയ്യും, AMP ആണ് വരിക. സോ ഈ ഒരു AMP ഈ ഒരു എൻസൈം ആ ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റിൽ ഉണ്ടാവും. എന്നിട്ട് ഈ ഒരു എൻസൈം ആ ഒരു മോണോഫോസ്ഫേറ്റിനെ ഈ 5' ഫോസ്ഫേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. അപ്പൊ അങ്ങനെ ഇത് ഇവിടെ എന്തായി, 2 ഫോസ്ഫേറ്റ് വരും, ഡൈഫോസ്ഫേറ്റ് രീതിയിലായിട്ട് നിൽക്കും. അപ്പം ഈ 3' OH അറ്റാക്ക് നടത്താൻ പറ്റും. അങ്ങനെ ആ ഒരു മോണോന്യൂക്ലിയോടൈഡ് റിലീസ് ചെയ്യാണ് ചെയ്യുന്നത്. T4 ligase can nick 2 duplex DNA. ബ്ലണ്ടന്റ് അതായത് ബ്ലണ്ടന്റ് ലൈഗേഷനും എന്താണ് T4 ലൈഗേസിന് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് അത് ജനറ്റിക് എഞ്ചിനീയറിംഗിൽ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. T4 ligase is mainly used in genetic engineering. Okay, so NAD ഇപ്പൊ ഈ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ റിയാക്ഷൻ എന്ന് പറയുന്നത് NAD, NMN ആൻഡ് AMP ആയിട്ട് അത് റിലീസ് ചെയ്യാണ് ചെയ്യുന്നത്.
സോ നമ്മൾ ഇതുവരെ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ എൻസൈംസും കണ്ടു കഴിഞ്ഞു, റെപ്ലിക്കേഷൻ ഇൻവോൾവ് ആയിട്ടുള്ള. സോ നിങ്ങൾ ഇതേപോലെ ചെറിയൊരു കോളം ഉണ്ടാക്കിയിട്ട് അത് കീപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഡീപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായി, സബ് യൂണിറ്റ്സ് എല്ലാം മനസ്സിലായി, ഫംഗ്ഷൻ എല്ലാം മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് റിവിഷന്റെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതേപോലെ ഇങ്ങനെ ഒരു കോളംസ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ബോക്സസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റിവൈസ് ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ഓർമ്മ വരും. ഓക്കെ, സോ DNA പോളിമറേസ് 1 നിക് ട്രാൻസ്ലേഷൻ ആണ്. ഓക്കെ, അതിന് 5' to 3' and 3' to 5' exonuclease activity ഉണ്ട്. Then DNA polymerase 3 is the main replication enzyme. Then initiator protein. Okay, നമുക്ക് ഒറീസിയിൽ ബൈൻഡ് ചെയ്യുന്ന another factors are there. IHF protein, integration host factor protein എന്നൊക്കെ പറയും, FIS protein ഒക്കെ, bending protein, binding protein ഒക്കെയാണ് ഇത്. Then helicase വേണം, primer വേണം. Okay, then എന്താണ് single strand binding protein വേണം, DNA ligase വേണം, ടോപ്പോ ഐസോമറേസ് വേണം. ദെൻ എന്താണ് പറയാ, ഈ ഒരു റെപ്ലിക്കേഷൻ ഫോർക്കിനെ റെക്കഗ്നൈസ് ചെയ്യണം, ഒറിജിൻ ഓഫ് ക്രോമസോമൽ റെപ്ലിക്കേഷൻ ഒരു സീക്വൻസ്, പെർട്ടിക്കുലർ സീക്വൻസ് വേണം. ദെൻ എന്താണ് ടെർമിനേഷൻ വേണം, അതാണ് ടെർസൈറ്റ് എന്ന് പറയുന്നത്. ദെൻ TBP, ടേർ ബൈൻഡിങ് പ്രോട്ടീൻ വേണം, അവിടെയാണ് റെപ്ലിക്കേഷൻ ഫോർക്ക് സ്റ്റാൾ ചെയ്യുന്നത്. സോ ഇത്രയാണ് നമ്മുടെ മെയിൻ എൻസൈംസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എക്സാക്ട് പോളിമറൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അത് തുടങ്ങാം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതിന്റെ കണ്ടിന്യൂഷൻ പാർട്ടുകളെല്ലാം നിങ്ങൾ കാണുക, ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ലൈഫ് സയൻസ് സ്ട്രീമിൽ പഠിക്കുന്ന ആൾക്കാരിലേക്ക് കൂടുതൽ ഇത് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എക്സാം ആയിട്ട് ബന്ധപ്പെട്ട് ടോപ്പിക് ബന്ധപ്പെട്ടിട്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ വാട്സ്ആപ്പ് ടു ദിസ് നമ്പർ ഓർ യു ക്യാൻ ഇമെയിൽ ടു ദിസ് മെയിൽ ID. താങ്ക് യു വൺസ് അഗെയിൻ. നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച്.